Hi students, now we will discuss heat engines and the second law of thermodynamics. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഹീറ്റ് എൻജിൻസ് പഠിച്ചു. 4 സ്ട്രോക്ക് എൻജിൻ പഠിച്ചു, അതുപോലെ 2 സ്ട്രോക്ക് എൻജിൻ പഠിച്ചു. സോ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹീറ്റ് എൻജിൻ സൈക്കിൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ സം ചെയ്യാം, അല്ലെങ്കിൽ അതിനൊരു സ്കീമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് സം പ്രോസസ് ഓർ സീരീസ് ഓഫ് പ്രോസസ്സസ് ഡ്യൂറിങ് വിച്ച് there is an absorption of heat from an external reservoir at a high temperature. പിന്നെ രണ്ടാമത് there is some process or series of process during which heat is rejected to an external reservoir at a low temperature and you are getting an external work. ഇതാണ് ടോട്ടൽ ആ ഒരു എൻജിൻ്റെ പ്രോസസ്സ്. അതിനെയാണ് ഇവിടെ സ്കീമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവയറിൻ്റെ മേലെ താഴെ ഒരു ലോ ടെമ്പറേച്ചർ റിസർവയർ ഉണ്ട്. പിന്നെ അതിൻ്റെ സെൻട്രൽ റൗണ്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിസ്റ്റാണ്. അത് ഇറ്റ് മേ ബി എ ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചർ ആയിരിക്കാം, അതല്ലെങ്കിൽ വെറും വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എയർ തന്നെ ആയിരിക്കാം, എന്തും ആവാം. അതാണ് അതിൻ്റെ സിസ്റ്റം. അതൊരു ചേമ്പറിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്യുമ്പോഴാണ് അതൊരു സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇതിൽ തെർമൽ എഫിഷ്യൻസി നമ്മൾ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതാണ്, അല്ലേ? തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ എൻജിൻ ഡ്യൂറിങ് വൺ സൈക്കിൾ ടു ദ എനർജി ഇൻപുട്ട് അറ്റ് ഹയർ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ സൈക്കിൾ. നമ്മൾ പുറത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ അതിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് നമ്മളുടെ തെർമൽ എഫിഷ്യൻസി. അപ്പം ഇഫ് യു വാണ്ട് an engine having 100% efficiency, അതെപ്പോഴാണ് സംഭവിക്കുക? ദാറ്റ് ഹാപ്പൻ ഓൺലി ഇഫ് QL is equal to 0. That is, there is no energy is expelled to the cold reservoir, ഇല്ല, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ റിസർവയറിൻ്റെ അകത്തേക്ക് നിങ്ങൾ എനർജി ഒന്നും എക്സ്പെൽ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് എവർ ദ ഹീറ്റ് യു ആർ അബ്സോർബിങ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ റിസർവയർ ദാറ്റ് യു ആർ കൺവേർട്ടിങ് ടു വർക്ക്, എക്സ്റ്റേണൽ വർക്ക്. ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? വി ക്യാൻ സേ ഇറ്റ് ഹാസ് 100% എഫിഷ്യൻസി. അതിൻ്റെ ഒരു സ്കീമാറ്റിക്കാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് ഹൈ ടെമ്പറേച്ചർ റിസർവറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ യു ആർ റിജക്റ്റിംഗ് 0 amount of energy to low temperature reservoir, അല്ലേ? അതിൻ്റെ സ്കീമാറ്റിക്കാണ് ഇവിടെ. അപ്പം ഇതിൽ നിന്നാണ് ശരിക്കും ഈ ഒരു 100% എഫിഷ്യൻസി ഉള്ള ഒരു എൻജിൻ പോസിബിൾ ആണോ? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കെൽവിൻ ആൻഡ് പ്ലാങ്ക്, ഓക്കെ, കെൽവിൻ ആൻഡ് പ്ലാങ്ക് സെപ്പറേറ്റ്ലി they made the statement, and later on there is a Kelvin-Planck statement of the second law of thermodynamics, that according to that it is impossible to construct a heat engine that operating in a cycle produces no effect other than the input of energy by heat from a reservoir and the performance of an equal amount of work. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവറിൽ നിന്ന് ഹീറ്റ് എനർജി എടുക്കുന്നു, അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു എക്സ്റ്റേണൽ വർക്കായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സിസ്റ്റം പുറത്തേക്കൊരു വർക്ക് ഡെലിവർ ചെയ്യുന്നു. ദിസ് ഈസ് എൻ ഇമ്പോസിബിൾ തിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% എഫിഷ്യൻസി ഉള്ള ഒരു എൻജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ദ സെക്കൻഡ് ലോ ഇറ്റ് ഈസ് നോട്ട് എ ഡിഡക്ഷൻ ഫ്രം ദ ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോയുടെ നിന്ന് നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു ലോ അല്ല സെക്കൻഡ് ലോ, ബട്ട് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലോ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇത് വേറെ ഏതെങ്കിലും ഒന്നിൽ നിന്ന് എടുത്ത് ഡെഡ്യൂസ് ചെയ്ത് കിട്ടിയൊരു റിസൾട്ട് അല്ല. ദിസ് ഈസ് എ നാച്ചുറൽ ലോ ആണ്. സെക്കൻഡ്, ഇനി നമുക്ക് പോകേണ്ടത് ദ ഫസ്റ്റ് ലോ നമുക്ക് എന്താണ് ഡിനൈ ചെയ്യുന്നത്? ദ ഫസ്റ്റ് ലോ ഡിനൈസ് ദ പോസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് എനർജി, ബിക്കോസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. സോ ഇറ്റ് ഡിനൈസ് ദ
പോസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് എനർജി. പക്ഷേ ഇവിടെ സെക്കൻഡ് ലോ what it denies? The second law denies the utilization of energy in a particular way. അപ്പോൾ നിങ്ങൾക്കൊരു എനർജി ഒരു സ്ഥലത്തു നിന്ന് കിട്ടി, ആ എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച വേറൊരു സംഗതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓൾവേസ് യു വിൽ ഹാവ് സം എമൗണ്ട് ഓഫ് എനർജി ടു ബി ലോസ്റ്റ്, അല്ലെങ്കിൽ എനർജി ലോസ് എങ്ങനെയായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ദ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് എ മെഷീൻ ദാറ്റ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ എനർജി ആൻഡ് ദസ് വയലേറ്റ്സ് ദ ഫസ്റ്റ് ലോ ഇസ് കോൾഡ് എ പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു മെഷീൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ലോയെ വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു എനർജി ക്രിയേറ്റ് ചെയ്യുന്ന, സ്വന്തമായിട്ട് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു മെഷീൻ, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഇനി സെക്കൻഡ് ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓഫ് എ മെഷീൻ ദാറ്റ് യൂട്ടിലൈസസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ഓൺലി വൺ ഹീറ്റ് റിസർവയർ ആൻഡ് ദസ് വയലേറ്റ്സ് ദ സെക്കൻഡ് ലോ ഈസ് കോൾഡ് എ പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹീറ്റർ റിസർവയറിൽ നിന്നുള്ള എനർജി എടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ എനർജി നമ്മൾ എടുക്കുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വർക്കായിട്ട് പുറത്ത് കിട്ടുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. നൗ വി വിൽ ഗോ ടു ഹീറ്റ് പമ്പ്സ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വാട്ട് വി ഹാവ് സീൻ ഇസ് ദാറ്റ് എ ഹീറ്റ് എഞ്ചിൻ ഈസ് എ മെഷീൻ ദാറ്റ് ടേക്സ് എ വർക്കിംഗ് സബ്സ്റ്റൻസ് ത്രൂ എ സൈക്കിൾ ഇൻ സച്ച് എ സീക്വൻസ് ഓഫ് പ്രോസസ്സസ് that some heat is absorbed by the system from a high temperature reservoir and a small amount of heat is rejected to a low temperature reservoir and a net amount of work is done by the system on the surrounding. അതായിരുന്നു നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. Now you can imagine a cycle performed in a sequence of processes opposite to that of an engine. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദെൻ സം ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം എ ഹീറ്റ് റിസർവയർ അറ്റ് എ ലോ ടെമ്പറേച്ചർ ആൻഡ് സം heat or a larger amount of heat is rejected to a heat reservoir at a high temperature and a net work is done ഓൺ ദ സിസ്റ്റം ബൈ ദ സറൗണ്ടിങ്. അല്ലേ, അതിൻ്റെ സ്കീമാറ്റിക് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റിസർവയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഹൈ ടെമ്പറേച്ചർ റിസർവയറിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ് സം എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൂയിങ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഷീൻസിനെയാണ് നമ്മൾ പറയുന്നത് റെഫ്രിജറേറ്റർ ഓർ ഹീറ്റ് പമ്പ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് റെഫ്രിജറൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മുടെ അധികം ആളുകളുടെയും വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, പിന്നെ അതുപോലെ പലരുടെയും വീട്ടിൽ AC ഉണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു ഹീറ്റ് പമ്പ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലാണ്. നമ്മളെ റൂമിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് എടുത്തിട്ട് പുറത്തേക്കാണ് അത് തള്ളുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കംപ്രസർ, ആ കംപ്രസറാണ് അവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ റൂമിൽ കൂളായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, നമ്മളെ റൂമിൻ്റെ പുറത്ത് നല്ല ടെമ്പറേച്ചറും ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് എനർജിയെ ഈ ഒരു ഹീറ്റ് പമ്പ് അല്ലെങ്കിൽ ഈ ഒരു AC എന്താക്കുകയാണ്, റൂമിൻ്റെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്താണ്, അവിടെ ഹൈ ടെമ്പറേച്ചർ റിസർവയർ എന്ന് പറയുന്നത് റൂമിൻ്റെ പുറത്തുള്ള സറൗണ്ടിങ് ആണ് അവിടെ ഹൈ ടെമ്പറേച്ചർ റിസർവയർ എന്ന് പറയുന്നത്. ലോ ടെമ്പറേച്ചർ റിസർവയർ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലാണ്, അല്ലേ. അപ്പോൾ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രിഡ്ജ് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രീസർ ഉണ്ടല്ലോ, ഫ്രീസറിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഷീൽഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ ഷീൽഡിങ് പഴയ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ച് തടി കൂടിയ പൈപ്പ്സ് കാണാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് തടി കുറഞ്ഞ, ഡയമീറ്റർ കുറഞ്ഞ ട്യൂബ്സും കാണാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു കംപ്രസറും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഐഡിയൽ സിറ്റുവേഷൻ എടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ PV = nRT ആണ്. അപ്പം പ്രഷറും വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്, അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ്
ഗ്യാസ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രഷർ കുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം നമ്മളവിടെ ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. പ്രഷർ കുറക്കുമ്പോൾ ടെമ്പറേച്ചറും കുറയും, പ്രഷർ കൂട്ടുമ്പോൾ ടെമ്പറേച്ചറും കൂടും അല്ലേ? അപ്പോൾ ഈ ഒരു ഫ്രീസറിൻ്റെ ഉള്ളിലുള്ള ട്യൂബ്സിൻ്റെ ഡയമീറ്റർ കൂടുതലായതുകൊണ്ട് ഈ ഒരു ഗ്യാസിൻ്റെ പ്രഷർ അവിടെ കുറവായിരിക്കും. അപ്പോൾ അവിടെ എന്താവും? ടെമ്പറേച്ചർ കുറയും. അപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഫിഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിനേക്കാളും ഒരു കുറഞ്ഞ ടെമ്പറേച്ചർ ഈ ഒരു ട്യൂബ്സിന് സറൗണ്ടിങ് ഉണ്ടാവും, ട്യൂബ്സിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിനുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും എന്താവും? ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി ഫ്രം യുവർ ഫ്രൂട്ട്സ് ടു ദിസ് സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൻ്റെ അകത്തുള്ള ഗ്യാസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന സിലിണ്ടറിൻ്റെ അകത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇനി ആ ഗ്യാസ് ഇത് കാരണം ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂടും. ഇനി ഇത് നേരെ പോയിട്ട് കംപ്രസറിൻ്റെ അകത്ത് കൂടി പാസ് ചെയ്തിട്ട് ഇതിനെ പ്രഷർ നന്നായിട്ട് അങ്ങ് കൂട്ടിയിട്ട് ഈ ഒരു ചെറിയ നേരായിട്ടുള്ള ട്യൂബിലൂടെ വിടുകയാണ്. അപ്പോൾ എന്താവും? അത് ആ ട്യൂബ്സിനെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തുള്ള ഈ ട്യൂബ്സിൽ ഇതിൻ്റെ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചറും കൂടും. അപ്പോൾ ഇതിന് ടെമ്പറേച്ചർ കൂടുതലും അതിൻ്റെ ചുറ്റുവട്ടത്ത് ടെമ്പറേച്ചർ കുറവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് നിന്ന് ഹീറ്റ് എനർജി സറൗണ്ടിങ്ങിലേക്ക് സ്പ്രെഡ് ആവും. ആ രീതിയിലാണ് അവിടെ ആ പ്രോസസ്സ് നടത്തുന്നത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ എ സിയിലും എല്ലാം നടക്കുന്നത്. എല്ലാ ഹീറ്റ് പമ്പ്സിലും റെഫ്രിജറേറ്ററിലും ഇതേ രീതിയിലാണ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി ഹീറ്റ് പമ്പിനെ പറ്റി പറയുമ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ഹീറ്റ് പമ്പ്. Effectiveness of a heat pump is described in terms of a number that is called coefficient of performance. The most effective refrigerator is one that removes the greatest amount of energy from the cold reservoir in exchange for the least amount of work. കുറഞ്ഞ വർക്ക് ചെയ്താൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ നമ്മളുടെ ആ ഒരു ലോ ടെമ്പറേച്ചർ റിസർവറിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ COP കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എനർജി ട്രാൻസ്ഫേർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ work on the refrigerator or QL by W, or you can rewrite it as QL divided by QH minus QL. ഇതാണ് ഒരു റെഫ്രിജറേറ്ററിൻ്റെ ബേസിക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദ പർപ്പസ് ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് ടു എക്സ്ട്രാക്ട് ആസ് മച്ച് ഹീറ്റ് QL ആസ് പോസിബിൾ ഫ്രം ദ ലോ ടെമ്പറേച്ചർ റിസർവർ വിത്ത് ദ എക്സ്പെൻഡിച്ചർ ഓഫ് as little work W as possible. Okay, the work is always necessary to transfer heat from the low temperature reservoir to high temperature reservoir, because it is a fact of nature that heat does not flow spontaneously from a low temperature reservoir to a high temperature റിസർവർ. ഓക്കെ, അപ്പോൾ അതൊരു നേച്ചറിൻ്റെ ലോയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ദിസ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ക്ലോഷ്യസിൻ്റെ second law of thermodynamics വരുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ക്ലോഷ്യസ് ഓർ ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് ലോ that states that it is impossible to construct a refrigerator that operating in a cycle will produce no effect other than the transfer of heat from a lower temperature reservoir to a ഹയർ ടെമ്പറേച്ചർ റിസർവർ. അതിൻ്റെ സ്കീമാറ്റിക്കാണ് ഞാനിവിടെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഹീറ്റ് പമ്പിൻ്റെ സ്കീമാറ്റിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ പുറത്തുനിന്നുള്ള വർക്ക് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ലോ ടെമ്പറേച്ചർ റിസർവറിൽ നിന്ന് ഹീറ്റ് എനർജി എടുക്കുന്നു, എന്നിട്ട് ഹൈ ടെമ്പറേച്ചർ റിസർവറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൻ ഇമ്പോസിബിൾ പമ്പാണ്. ആൻഡ് ദിസ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ രണ്ട് രീതിയിൽ, ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഹീറ്റ് എഞ്ചിനും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഹീറ്റ് പമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ യു ക്യാൻ ഫീൽ ബോത്ത് ആർ ഡിഫറെൻറ്റ്, ബട്ട് ആക്ച്വലി ദേ ആർ നോട്ട് ഡിഫറെൻറ്റ്. യു ക്യാൻ ഷോ ദ ഇക്വലൻസി ഓഫ് ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്. സോ now here we are going to show the equivalence of the Kelvin Planck and Clausius statement of second law of thermodynamics. അപ്പോൾ അത് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന ചില നൊട്ടേഷൻസ് ആണ്. ഒന്ന് K എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ K ഈസ് ദ ട്രൂത്ത് ഓഫ് ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്.
മൈനസ് കെ ഉദ്ദേശിക്കുന്നത് ഇസ് ദ ഫാൾസിറ്റി ഓഫ് ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി ഇസ് ദ ട്രൂത്ത് ഓഫ് ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് മൈനസ് സി ഇസ് ദ ഫാൾസിറ്റി ഓഫ് ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. വൺ ഈസ്, പിന്നെ അതുപോലെ ഇതിലുള്ള ഉപയോഗിക്കുന്ന വേറൊരു സിമ്പിളാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഒന്ന് ഇംപ്ലൈസ് എന്നുള്ളൊരു സൂചനയുണ്ട്, അതുപോലെ തന്നെ ഇക്വലൻസ് എന്നുള്ള 3 ലൈൻ ഇട്ട് അത് ഇക്വലൻസ് ആണ്, പിന്നെ ഒരു കേളി ആയിട്ടുള്ളതിനെ നമ്മൾ ഇംപ്ലൈസ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സിമ്പിൾസ്. അപ്പോൾ എനിക്കിതിനെ രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാം. ഒന്ന്, ട്രൂത്ത് ഓഫ് ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലീഡ്സ് ടു എ ട്രൂത്ത് ഓഫ് ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ ഫാൾസിറ്റി ഓഫ് ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലീഡ്സ് ടു ഫാൾസിറ്റി ഓഫ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റിവേഴ്സും. ഇനിയിപ്പം ട്രൂത്ത് ഓഫ് ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ലീഡ്സ് ടു ദ ട്രൂത്ത് ഓഫ് ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഫാൾസിറ്റി ഓഫ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ലീഡ്സ് ടു ഫാൾസിറ്റി ഓഫ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഒന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലത്തെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഫസ്റ്റിലത്തെ കാണിച്ചിരിക്കുന്നത് കെ ഇംപ്ലൈസ് സി ആൻഡ് സി ഇംപ്ലൈസ് കെ, അതുപോലെ മൈനസ് കെ ഇംപ്ലൈസ് മൈനസ് സി ആൻഡ് മൈനസ് സി ഇംപ്ലൈസ് മൈനസ് കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാനിതിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ഷോ ദ ഇക്വലൻസി ഓഫ് ദ കെൽവിൻ പ്ലാങ്ക് ആൻഡ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ദ സെക്കൻഡ് part, that is falsity of Kelvin Planck statement leads to falsity of Clausius statement. പിന്നെ അതിനുശേഷം falsity of Clausius statement leads to falsity of Kelvin Planck statement. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് നേരത്തെ പറഞ്ഞ രണ്ട് പാരഗ്രാഫും. ഞാനത് ജസ്റ്റ് ബ്രീഫായിട്ട് ഇവിടെ പറയാം, സ്കീമാറ്റിക് വെച്ച് പറയാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഫിഗർ 6.7. This is a proof of a falsity of Clausius statement leads to falsity of Kelvin Planck statement. ഓക്കെ, അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു റെഫ്രിജറേറ്ററാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ അകത്ത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി വർക്ക്, ദർ ഇസ് നോ വർക്ക് ആൻഡ് യു ആർ ഷോയിങ് QL amount of energy is absorbed from low temperature reservoir and QL amount of energy is rejected to high temperature reservoir. That is a falsity of Clausius statement ആണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള സെക്കൻഡ് ലോയെ അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ഇറ്റ് ഈസ് എ ഹീറ്റ് എൻജിൻ ദാറ്റ് അതിൻ്റെ അകത്ത് ദർ ഇസ് നോ വയലേഷൻ ഓഫ് പ്ലാങ്ക്സ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വയലേഷൻ ഇല്ല. അത് പ്രോപ്പറായിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ റിസർവറിൽ നിന്ന് QH എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, W വർക്ക് സറൗണ്ടിങ്ങിലേക്ക് ചെയ്യുന്നുണ്ട്, QL എമൗണ്ട് ഓഫ് എനർജി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഒന്ന് ഫാൾസിറ്റി ഉണ്ട്, മറ്റേത് കറക്റ്റുമാണ്, അല്ല ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചർ റിസർവറിൻ്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഒരു റെഫ്രിജറേറ്ററിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജിയാണോ അബ്സോർബ് ചെയ്യുന്നത് അത്രയും എനർജി റിജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ഹീറ്റ് എൻജിൻ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഇതിൻ്റെ രണ്ടു കൂടിയുള്ള ദ റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് എൻജിൻ ആക്ടിങ് ടുഗദർ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലോ ടെമ്പറേച്ചർ റിസർവറിൽ എത്രത്തോളം ലോസ് ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ റിസർവറിൽ എത്രത്തോളം ഗെയിൻ ഉണ്ട്, എത്രത്തോളം വർക്ക് പുറത്ത് കിട്ടുന്നുണ്ട്, ഇതാണ് നമ്മളത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ടോട്ടൽ സിസ്റ്റം എടുത്ത് നോക്കുമ്പോഴേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലോ ടെമ്പറേച്ചർ റിസർവയർ നോക്കാം. ഇതിൽ നിങ്ങളുടെ റെഫ്രിജറേറ്റർ QL എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ നിങ്ങളുടെ ഹീറ്റ് എൻജിൻ QL എമൗണ്ട് ഓഫ് എനർജി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻ എഫക്റ്റ് ഫോർ ദ ലോ ടെമ്പറേച്ചർ റിസർവർ ദർ ഇസ് നോ ഗെയിൻ ഓർ ലോസ് ഓഫ് ഹീറ്റ് എനർജി, അല്ലേ. ഇനി നിങ്ങൾ ഹൈ ടെമ്പറേച്ചർ റിസർവയർ എടുക്കുക, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ റെഫ്രിജറേറ്റർ QL എമൗണ്ട് ഓഫ് എനർജി അതിൻ്റെ അകത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് എൻജിൻ QH എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് QH മൈനസ് QL ആണ്, അല്ലേ.
ഇനി ഈ ഒരു ടോട്ടൽ സിസ്റ്റം, ഈ ഒരു കോമ്പോസിറ്റ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കിട്ടുന്ന വർക്ക് അല്ലേ, ചില റെഫ്രിജറേറ്ററിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വർക്കും പുറത്തുനിന്ന് ചെയ്യുന്നില്ല. ഹീറ്റ് എൻജിൻ നിങ്ങൾക്ക് പുറത്തേക്ക് ഡബിൾ എമൗണ്ട് ഓഫ് എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈക്വൽ ടു QH മൈനസ് QL ആണ്. അപ്പം ഇൻ എഫക്റ്റ് നിങ്ങൾക്ക് വാട്ട് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഈസ്, നിങ്ങൾ ഹൈ ടെമ്പറേച്ചർ റിസർവയറിൽ നിന്ന് QH മൈനസ് QL എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നു. പുറത്തേക്ക് ഒരു W is equal to QH മൈനസ് QL എമൗണ്ട് ഓഫ് എനർജി എനർജിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ you are not rejecting anything to low temperature reservoir. So this is a clear violation of your Kelvin-Planck statement. So what you proved is the falsity of your closure statement that leads to the falsity of Kelvin-Planck statement അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടായി. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകേണ്ടത് അല്ലേ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഫാൾസിറ്റി ഓഫ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിലേക്ക് ലീഡ് ചെയ്യണം, ഫാൾസിറ്റി ഓഫ് ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു ഫാൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിനാണ് ഞാൻ ഇതിൻ്റെ ഫിഗർ 6.8 ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇതിൽ ഹൈ ടെമ്പറേച്ചർ റിസർവയറിൽ നിന്ന് QH എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് W is equal to QH എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. You are not rejecting any heat energy to low temperature reservoir. പിന്നെ എൻ്റെ റെഫ്രിജറേറ്റർ ഇറ്റ് ഈസ് വർക്കിംഗ് അക്കോർഡിംഗ് ടു യുവർ ക്ലോഷ്യർ സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് പ്രകാരമാണ് ഇത് വയലേറ്റ് ചെയ്യാതെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ള റെഫ്രിജറേറ്റർ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നേരത്തെ ആ ഒരു ഹീറ്റ് എൻജിൻ എത്രത്തോളം വർക്ക് ഡെലിവർ ചെയ്യുന്നു ആ ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് വർക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു റെഫ്രിജറേറ്റർ ചെയ്യുന്ന വർക്ക് നോക്കിക്കോ, QL എമൗണ്ട് ഓഫ് എനർജി ഇറ്റ് ഈസ് അബ്സോർബിങ് ഫ്രം ലോ ടെമ്പറേച്ചർ റിസർവയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 6.8 റൈറ്റ് സൈഡിലുള്ള റെഫ്രിജറേറ്ററിലേക്ക് നോക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു റെഫ്രിജറേറ്ററിലേക്ക് W എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് QH പ്ലസ് QL എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ റിസർവയർ. ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ റെഫ്രിജറേറ്ററിൽ ദർ ഇസ് നോ വയലേഷൻ ഓഫ് ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേങ്കിൽ നിങ്ങൾ ഇതിൽ പറയുന്ന ഹീറ്റ് എൻജിനിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഹീറ്റ് എൻജിനിൽ 6.8 ഫിഗർ 6.8 ലെഫ്റ്റ് സൈഡിലുള്ള ഹീറ്റ് എൻജിനിൽ വയലേഷൻ ഓഫ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള റെഫ്രിജറേറ്ററിൽ ദർ ഇസ് നോ വയലേഷൻ ഓഫ് ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് സിസ്റ്റത്തെയും ആസ് ഒരു കോമ്പോസിറ്റ് സിസ്റ്റമായിട്ട് എടുക്കുക. ഈ ഒരു കോമ്പോസിറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഉള്ള ടോട്ടൽ കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. അപ്പം ഹൈ ടെമ്പറേച്ചർ റിസർവയറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഗെയിൻ ഓർ ലോസ്, അതുപോലെ ലോ ടെമ്പറേച്ചർ റിസർവയറിലുള്ള ഗെയിൻ ഓർ ലോസ്, അതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ലോ ടെമ്പറേച്ചർ റിസർവയറിലേക്ക് നോക്കുക. ലോ ടെമ്പറേച്ചർ റിസർവയറിൻ്റെ അകത്ത് ഈ എൻജിൻ്റെ പ്രവൃത്തി കൊണ്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിജക്റ്റിംഗ് എനി എമൗണ്ട് ഓഫ് എനർജി ടു ലോ ടെമ്പറേച്ചർ റിസർവയർ. പിന്നെ റെഫ്രിജറേറ്ററിൻ്റെ വർക്ക് കൊണ്ട് അതിന് QL എമൗണ്ട് ഓഫ് എനർജി ലോസ് ആകുന്നുണ്ട് അല്ലേ. പിന്നെ ഹൈ ടെമ്പറേച്ചർ റിസർവയറിലേക്ക് നോക്കുക. ഹൈ ടെമ്പറേച്ചർ റിസർവയറിലേക്ക് നോക്കുമ്പോൾ ഇതിന് എൻജിൻ QH എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. റെഫ്രിജറേറ്റർ QH പ്ലസ് QL എമൗണ്ട് ഓഫ് എനർജി അതിൻ്റെ അകത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് QH പ്ലസ് QL മൈനസ് QH ആണ്. സോ ടോട്ടൽ ഇറ്റ് ഈസ് QL എമൗണ്ട് ഓഫ് എനർജിയാണ് അതിൻ്റെ ഗെയിൻ. പിന്നെ നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന വർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്യുന്ന വർക്ക് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻജിൻ എത്രത്തോളം എമൗണ്ട് ഓഫ് വർക്കാണോ ഡെലിവർ ചെയ്യുന്നത് ആ എമൗണ്ട് ഓഫ് വർക്ക് യു ആർ യൂസിങ് ഇറ്റ് ഹിയർ. Now you look at this composite system. In this composite system, low temperature reservoir is losing an amount of energy QL and high temperature reservoir is gaining an amount of energy QL. Okay, and from the surrounding there is no work done on the composite system. So this is a clear violation of closure statement. That is, the violation of Kelvin-Planck statement leads to the violation of closure statement. So you can say
So the violation of one statement leads to the violation of the second statement and vice versa. That indicates both are equivalent. So this is the proof of the equivalence of the two statement of the second law of thermodynamics.